ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ടയുടെ ആക്റ്റീവ 5G ആണ് വണ്ടി. നിലവിൽ വണ്ടിയുടെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു പോയിട്ട് ഓയിലില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കംപ്രഷൻ നല്ല രീതിയിൽ ലീക്കായി പോയി. വാൽവിൻ്റെ അവിടെയൊക്കെ കരി കയറിയിട്ട്, അതേപോലെ പിസ്റ്റൺ കംപ്ലൈൻ്റ് ആയിട്ടും കംപ്രഷൻ ലീക്കായിട്ട് പോയി വണ്ടി കട്ട് ഓഫ് ആയി പോയി. അതായത് വണ്ടി സ്റ്റാർട്ടായി കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വന്നപ്പോഴാണ് വണ്ടി നമ്മൾ അയച്ചേക്കണേ. അപ്പോൾ നമ്മൾ അയച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. കാരണം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ അതിൻ്റെ കണക്ടർ റോഡിനൊക്കെ ഓൾറെഡി പ്ലേ ഉണ്ട് നിലവിൽ. അപ്പോൾ അതും പ്രകാരം നമ്മൾ കൃത്യമായിട്ട് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ മാറ്റി ചെയ്യാൻ സൂചിപ്പിച്ചല്ല, കൃത്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ തൽക്കാലം വേണ്ട, മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാനുള്ള രീതിയിലാണ് ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയാണ്. അതും പ്രകാരം നമ്മൾ വണ്ടി ആ രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം നമുക്കൊരു 15,000 രൂപ അടുത്ത് വരും. നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ തുടങ്ങി വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് വരുമ്പോൾ നോർമൽ രീതിയിൽ എഞ്ചിൻ്റെ ഫയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് ചെയ്ത് വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതേപോലെ ക്യാം ഷാഫ്റ്റ് ബെയറിങ്, അതേപോലെ വാൽവ് ഗൈഡൊക്കെ മാറ്റി ചെയ്ത് വരുമ്പോൾ സാധാരണ രീതിയിൽ ആ ചിലവ് വരാറുണ്ട്, ലേബർ ചാർജ് എല്ലാം അടക്കം. ഇപ്പം നോർമലി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് 5,800 രൂപയിൽ ചെയ്ത് തീർക്കാമെന്നുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ആ വർക്കിൻ്റെ ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ള ദിവസം നമ്മൾ ഊഹിച്ചോണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കംപ്ലയിൻറ്റ് വന്നേക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. സിലിണ്ടർ കിറ്റ് മാറ്റി സെറ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ പഴയ സിലിണ്ടർ തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. പിസ്റ്റൺ മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. അത് ലെയ്ത്തിൽ കൊടുത്ത് ബോർ ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ രീതികളെ ഓൾറെഡി നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തേക്കണേ. കംപ്ലയിൻറ്റ് അങ്ങനെ റേറ്റ് കുറഞ്ഞു എന്ന് കരുതിയിട്ട് മോശമായ രീതിയിലല്ല ചെയ്തേക്കണം കേട്ടോ. അതും നല്ല രീതിയിലാണ് ഫസ്റ്റ് ബോറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വാൽവ് ഹെഡിനകത്തേക്ക് വരുമ്പോൾ വാൽവ് നമ്മൾ പഴയ വാൽവ് തന്നെയാണ് യൂസ് ചെയ്തേക്കണേ. വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടില്ല. വാൽവ് സീറ്റ് ചെയ്തിട്ട് വാൽവ് ഓയിൽ സീൽ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തേനെ. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് നിലവിൽ മാറ്റിയിട്ടില്ല. കാരണം അതൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് കയറി പോകും. അപ്പോൾ അത് തൽക്കാലം അതൊന്നും ചെയ്യാതെ കൊണ്ട് സിലിണ്ടർ ബോർ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കണേ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് നമുക്ക് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഓൾറെഡി ബെൽറ്റൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് വണ്ടിയുമ്പോൾ കിടക്കുന്നത്. അത് കൂടാതെ കൊണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങൾ ഓൾറെഡി തേമാനമുണ്ട്, ബോസ് ഡ്രൈവിന് തേമാനമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയേക്കാണ്. പിന്നെ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് ഇവിടെ നിലവിൽ. അപ്പോൾ അതും നമ്മൾ ആ കൂട്ടത്തേക്ക് തന്നെ പറഞ്ഞ എസ്റ്റിമേറ്റും പ്രകാരം ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ റേറ്റ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്കുകളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്. അപ്പോൾ അതും നമ്മളതിനകത്ത് ഒഴിവാക്കി വിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തുള്ള ആ പ്രോബ്ലം മാത്രമാണ് നമ്മൾ സോൾവ് ചെയ്ത് വിടുന്നത്. അതിനകത്ത് കൃത്യമായിട്ടാണ് ഒരു പെർസെൻറ്റേജ് ബേസിൽ, അതായത് ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മളിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റാതെ സിലിണ്ടർ ബോർ ചെയ്ത് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ശതമാന കണക്കിൽ പറയുകയാണെങ്കിൽ 50% കംപ്ലയിൻറ്റ് വരാനും 50% കംപ്ലയിൻറ്റ് വരാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ പൈസ മുടക്കി ചെയ്യണേ. അപ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതി പറയണേ. ഒരു 50-50 ചാൻസാണ് ഉള്ളൂ. കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു പക്ഷേ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഓടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ വന്ന കേസിൽ കൃത്യമായിട്ട് കസ്റ്റമർ ഒപ്പീനിയൻ നമ്മൾ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞാണ് ഈ രീതിയിൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ പാർട്സ് മാറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ, അത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റി, സിലിണ്ടർ കിറ്റ് മാറ്റി, അതിൻ്റെ വാൽവ് ഗൈഡ്, ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് കരുതാം. അതിനകത്ത് പെർസെൻറ്റേജ് ബേസിലേക്ക് അത് പറയുകയാണെങ്കിൽ 90% കംപ്ലയിൻറ്റ് വരില്ല. 10% മാത്രമാണ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയേണ്ട കേസ് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കുറേ ഓടിക്കഴിഞ്ഞ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ ഫാൾട്ട് കൊണ്ടാണെന്നുള്ള രീതിയിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കൃത്യമായിട്ട് വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് അടക്കമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ ചെയ്തേക്കുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്തിടാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം 5,800 ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് നമ്മൾ വിട്ടേക്കുന്നത്. ആ പ്രകാരം ആ രീതിയിലുള്ള വർക്കാണ് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ള കേസ് കൃത്യം ഒന്നുകൂടി ഞാൻ പറയാണ്. മാക്സിമം ലോ കോസ്റ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 17,000-17,500 രൂപ ചെയ്യേണ്ട വർക്കാണ് നമ്മൾ 5,800 രൂപയിൽ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് വന്നേക്കാം. അതും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. എന്തായാലും നമുക്ക് തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് മാക്സിമം എടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. ആ രീതിയിൽ എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാകാം.
ബൈ ചാൻസ് എന്തെങ്കിലും ഒരു താമസം വന്നാൽ ചൊവ്വാഴ്ച ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വണ്ടി ഡെലിവറി ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.